കേസു കേസു ഇത് കേശു കണ്ടല്ലോ. എപ്പോഴും ഞാൻ എവിടെ ആയിരിക്കും കാണുന്നത്? ഇങ്ക പോട്ട് അവിടെ കാണും. അതും പോട്ട് അങ്ങേറ്റം പോയ ഊഞ്ഞാൽ അല്ലെങ്കിൽ മാവൻചോടും തന്നെ. ഇവിടൊക്കെ ഞാൻ കാണുമെന്ന് അറിയാലോ. തെരിയും. അപ്പൊ ആദ്യം ഇവിടെ വന്ന് നോക്കണം. എന്നിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങ് വാടാന്ന് വിളിക്കണം. ഇല്ലെങ്കിൽ മാത്രം ഇങ്ങനെ കിടന്ന് വിളിച്ചോല്ലോ കേശു കേശു എന്ന് വിളിക്കണം. അല്ലാതെ വെറുതെ എന്തിനു കനവേണ്ടി സൗണ്ട് കളയണേ? ആ എന്തേലും സാധനം മേടിക്കാൻ കാണും, ഇതല്ലേ കിടന്ന് വിളിച്ചേ? കറക്റ്റടാ. உனக்கு எப்படி தெரிஞ்சது? അയ്യോ டேய், நான் எல்லா பொருளும் வாங்கிட்டேன்டா. ஆனா இந்த வெள்ளை பூண்டு இருக்குல்ல, வெளுத்துள்ளி, அது மட்டும் வாங்க மறந்துட்டேன். கொஞ்சம் போய் வாங்கி தரியா? എങ്ങനെ സാധിക്കണ? ഞാൻ അറിയാത്ത ചോദിക്കണേ. மறந்துட்டேன்டா. വെളുത്തുള്ളി മാത്രം മതിയല്ലോ. இப்போ வெளுத்துள்ளி மட்டும் போதும். வேற ஏதாவது ஞாபகம் வரும்போது நான் சொல்றேன். കടയിൽ പോവാണേട്ടാ. ആണെങ്കി ഞാനും വരുന്നു. ചേട്ടൻ എന്തിനാ ഇത്ര റിയാക്ഷൻ ഇട്ട് തള്ളുന്നേ? ഞാൻ കടയിലോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോ വരണ്ടാന്ന് പറയണം, അല്ലെങ്കിൽ വന്നോന്ന് പറയണം. അല്ല ഇത്ര റിയാക്ഷൻ ഇട്ട് തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കി വാ ചേട്ടാ. നീ വേണമെങ്കി വരേ. ആ ഞാൻ വരുന്നു. ആ വേറൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പൊതുച്ചെലവൊന്നും ഉണ്ടായി പോരുത് കേട്ടല്ലോ. സാമ്പത്തിക മാന്ദ്യത്തിലാണ്. 5 കാശിന്റെ കയ്യില്. അതിന്നൊരു മോചനം ഇല്ലല്ലോ. ഡേയ് 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 വേണ്ടേ? ആ 500 താളുകൾ എന്റെ കൈ കൂടെ കിടക്കുന്ന അമ്മാനെ ആടിക്കൊണ്ടിരുന്ന സമയത്ത് ഓരത്തിൽ നിന്ന് നൈസിൽ ഊറ്റിക്കൊണ്ടിരുന്നവളാണ് നീ. ആ നീ എനിക്കിട്ട് വെക്കരുത് കേട്ടാ. സ്മരണ ഉണ്ടോ? സ്മരണ. ആ സ്മരണ ഉണ്ടേ, സ്മരണ ഉണ്ടേ. സ്മരണ അല്ലേ? ആദ്യം അവളെ മലയാളം പഠിപ്പിക്കും. ഇവിടെ എന്തോ എല്ലാവരുടെ കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. നീ അവനെ കടയിൽ പറഞ്ഞുവിടാനോ ഇങ്ങോട്ട് വന്നേ? എന്നിട്ട് അവൻ പോയില്ലേ? அம்மா இப்ப போறேன்னு சொன்னா. എടാ പോയിട്ട് വാടാ. വാ അസിസ്റ്റന്റ് കമാൻ. അസിസ്റ്റന്റാ? വാ വെച്ചങ്ങോട്ട്. അമ്മുമ്മ. ഓ എന്തോന്നാ ഇത്? വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വരുന്ന പോലെ ഉണ്ടല്ലേ? യെസ് ഓഫ് കോഴ്സ്. എന്നാലും ഞങ്ങളത് പറയാതല്ലേ ചേച്ചി പോയത്? ഓ സസ്പെൻസ്. ഞാൻ വിചാരിച്ചു ഇവിടെ ജംഗ്ഷനിലെങ്ങാണ്ട് പോയിട്ട് ഇച്ചിരി ഏതാണ്ട് സാധനം മേടിക്കാൻ പോവായിരിക്കും. ഞാനേ കുഴിപ്പാത്ത അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ പോയതാ. പിന്നെ അവർക്ക് മേടിക്കുന്ന സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്തിനാ നിങ്ങളോട് പറയണേ? അല്ല ഇത് മൊത്തം അവർക്കുള്ളതാണ്. അതെ, ഇത് മൊത്തം അവർക്കും ഉള്ളതാ. 2 ദിവസം കഴിയുമ്പോ അവരിങ്ങ് എത്തുമല്ലോ. അപ്പൊ അവർക്ക് ഇടാനുള്ള അമ്മയ്ക്ക്, കുഴിപ്പുറത്തെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് 2 സാരിയും, അതുപോലെ തന്നെ കുഴിപ്പുറത്തെ അച്ഛന് വേണ്ടിയിട്ട് 2 ടീഷർട്ട്, ബ്രഷ്, തോർത്ത്, പിന്നെ അല്ലറ ചില്ലറ കുറെ സാധനങ്ങൾ എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എത്ര രൂപയായി? ഇതിനെല്ലാം കൂടെ എത്ര രൂപയായി? എന്റെ അമ്മൂമ്മേ, അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള സാധനങ്ങളല്ലേ. അപ്പൊ നമ്മള് പൈസയുടെ കാര്യം ഒന്നും നോക്കൂല, അങ്ങ് വാരി അങ്ങോട്ട് വീശും. പിന്നെ കുഴിപ്പുറത്തെ അച്ഛനും അമ്മയ്ക്കും എന്റെ അടുത്തും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാശ് നോക്കൂലെന്നേ. എന്തോരം കാശ് ചെലവാക്കണേന്ന് അറിയോ ആന്റി? അതുകൊണ്ട് അബദ്ധത്തിൽ പോലും അച്ഛാ എനിക്കത് വേണം, അമ്മേ എനിക്കിത് വേണം, അങ്ങനെ ഞാൻ പറയാറേ ഇല്ല. ഇതൊക്കെ വില കൂടിയ സോപ്പാണല്ലേ? പിന്നെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള സോപ്പല്ലേ, അപ്പൊ ഞാൻ മുന്തിയത് മാത്രം എടുക്കാറുള്ളൂ. ഇതെല്ലാം കുഴപ്പമുള്ള അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണോ? പിന്നല്ലാതെ വേറെ ആർക്ക്?